നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ ഡിജിറ്റൽ ലോകത്തിന്റെ ഒരു അടിസ്ഥാന ശിലകളായ ലോജിക് ഗേറ്റുകളെയും ബൂളിയൻ ആൽജിബ്രയും പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അതെ. കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് ഈ കണക്കുകൂട്ടലുകൾ നടത്തുന്നത് എന്നതിന്റെ ആ ഒരു കാതൽ കണ്ടെത്തുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. തീർച്ചയായും. നമ്മൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടർ അടിസ്ഥാനപരമായി 0, 1 ഈ രണ്ട് അവസ്ഥകൾ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ്. ബൈനറി. അതെ, ബൈനറി. അപ്പോ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ആ ഒരു യുക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ശരിയാണ്. ഈ ലോജിക് ഗേറ്റുകൾ, ഇവ ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണെന്ന് പറയുന്നു. എന്താണ് സൂക്ഷ്മതലത്തിൽ അവിടെ സംഭവിക്കുന്നത്? ശരിക്കും എന്താണിവ? ശരിയാണ്. ഇവ ശരിക്കും പറഞ്ഞാൽ ട്രാൻസിസ്റ്ററുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഇലക്ട്രോണിക് സ്വിച്ചുകളാണ്. സ്വിച്ചുകൾ. ഓക്കേ. അതെ. ഒന്നോ അതിലധികമോ ഇൻപുട്ടുകൾ, അതായത് 0 അല്ലെങ്കിൽ 1, അത് സ്വീകരിച്ചിട്ട് ഒരു നിശ്ചിത നിയമമനുസരിച്ച് ഒരൊറ്റ ഔട്ട്പുട്ട്, അതും 0 അല്ലെങ്കിൽ 1, അത് തരും. ഒരു നിയമമനുസരിച്ച് മാത്രം. അതെ. ഇവയാണ് കമ്പ്യൂട്ടറിലെ ഗണിതപരവും പിന്നെ ലോജിക്കലുമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. അടിത്തറ. അതെ. ഓരോ ഗേറ്റിന്റെയും പ്രവർത്തനം നമുക്ക് വ്യക്തമാക്കാൻ ഒരു സത്യപട്ടിക അഥവാ ട്രൂത്ത് ടേബിൾ ഉപയോഗിക്കാം. ട്രൂത്ത് ടേബിൾ. ഉദാഹരണത്തിന് നോട്ട് ഗേറ്റിന്റെ കാര്യമെടുക്കാം. അതിന്റെ സത്യപട്ടിക വളരെ ലളിതമാണ്. ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. നേരെ തിരിച്ച്. ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. അത്രേ ഉള്ളൂ. ഓക്കെ. ലേഖനത്തിൽ ഈ അടിസ്ഥാനപരമായ ചില ഗേറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. നോട്ട്, ഓർ, ആൻഡ് എന്നിവ. അവയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നോട്ട് ഗേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇൻപുട്ടിനെ നേരെ വിപരീതമാക്കുന്നു. ശരി. ഓർ ഗേറ്റിലാണെങ്കിൽ ഇൻപുട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ മതി, ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് മതി. അതെ. എന്നാൽ ആൻഡ് ഗേറ്റിൽ അങ്ങനെയല്ല. അവിടെ എല്ലാ ഇൻപുട്ടുകളും 1 ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് 1 ആകൂ. 2 അല്ലെങ്കിൽ 3 എത്ര ഇൻപുട്ടുണ്ടോ അതെല്ലാം 1 ആകണം. അതെ, എല്ലാം. ഇവയാണ് നമ്മൾ സാധാരണ അടിസ്ഥാന ഗേറ്റുകളെന്ന് പറയുന്നത്. ഓക്കെ. ഇവ കൂടാതെ നാൻഡ് എന്നൊന്നുണ്ട്. അത് ആൻഡിന്റെ നേരെ വിപരീതം, അതായത് നോട്ട് ആൻഡ്. ഓ, നോട്ട് ആൻഡ്. പിന്നെ നോറുണ്ട്, നോട്ട് ഓർ. പിന്നെ എക്സോർ എന്നുമുണ്ട്, എക്സ്ക്ലൂസീവ് ഓർ. എക്സോർ. അതിൽ ഇൻപുട്ടുകൾ വ്യത്യസ്തമാണെങ്കിൽ മാത്രം, അതായത് ഒന്ന് 0, ഒന്ന് 1 ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് 1 ആകും. രണ്ടും 1 ആയാൽ 0 ആകും. ഓക്കെ, മനസ്സിലായി. ഇവയെല്ലാം ആ സത്യപട്ടിക വെച്ച് കൃത്യമായി നിർവചിക്കാം, അല്ലേ? തീർച്ചയായും. ഓരോന്നിനും അതിൻ്റെതായ ട്രൂത്ത് ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ ഗേറ്റുകളുടെ പ്രവർത്തനത്തെ ഇതിനൊരു ഗണിതശാസ്ത്രപരമായ രൂപം കൊടുക്കാൻ പറ്റുമോ? അവിടെയാണോ ഈ ബൂളിയൻ ആൽജിബ്ര വരുന്നത്? അത് തന്നെ, എക്സാക്ട്ലി. 19ാം നൂറ്റാണ്ടിൽ ജോർജ് ബൂൾ എന്ന ഗണിതശാസ്ത്രജ്ഞൻ രൂപം കൊടുത്തൊരു ശാഖയാണിത്. ജോർജ് ബൂൾ. അതെ. ലോജിക്കൽ പ്രവർത്തനങ്ങളെ ബൈനറി വേരിയബിളുകൾ, അതായത് 0ഉം 1ഉം ഉപയോഗിച്ച് ഗണിതവാക്യങ്ങൾ പോലെ എഴുതാൻ ഇത് സഹായിക്കുന്നു. ഓഹോ. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ നോട്ടില്ലേ, അതിനെ ബൂളിയൻ ആൽജിബ്രയിൽ F=I' എന്നെഴുതും. ആ വര നോട്ടിനെ സൂചിപ്പിക്കുന്നു. F=I'. ഓക്കെ. ഓറിനെ F=I1 + I2 എന്നെഴുതും. ഇവിടെ പ്ലസ് എന്നത് ലോജിക്കൽ ഓർ ആണ്, സാധാരണ കൂട്ടലല്ല. അഡീഷൻ അല്ല, ഓർ ഓപ്പറേഷൻ. അതെ. അതുപോലെ ആൻഡിനെ F=I1.I2 എന്നെഴുതും. ഇവിടെ ഡോട്ട് എന്നത് ആൻഡിനെ സൂചിപ്പിക്കുന്നു. ഗുണനം പോലെയുണ്ടല്ലോ. കാഴ്ചയിൽ അങ്ങനെ തോന്നാം, പക്ഷേ ലോജിക്കൽ ആൻഡ് ആണ്. ശരി. അപ്പൊ ഇതിന്, ഈ ഗണിതശാസ്ത്ര രൂപത്തിന് പ്രായോഗികമായിട്ട് എന്തു പ്രാധാന്യമാണുള്ളത്? വെറുതെ എഴുതാൻ വേണ്ടി മാത്രമാണോ? അല്ലല്ല, വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണത്. സങ്കീർണമായ ലോജിക് സർക്യൂട്ടുകളെ ലളിതമാക്കാൻ ഈ ബൂലിയൻ ആൽജിബ്രയിലെ നിയമങ്ങൾ നമ്മളെ സഹായിക്കും. ലളിതമാക്കാനോ? അതെങ്ങനെ? ഇതില് സാധാരണ ഗണിതത്തിലെ പോലെ കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ് നിയമങ്ങളൊക്കെയുണ്ട്. ഓക്കെ. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡി മോർഗൻസ് നിയമങ്ങൾ. അത് പറയുന്നത് I1 + I2 = I1'.I2' എന്നും I1.I2' I1' + I2' എന്നുമാണ്. ഓ, ഇത് കുറച്ച് ഓർക്കാൻ പാടാണല്ലോ.
നിയമം ഓർത്തില്ലെങ്കിലും ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ നിയമങ്ങൾ ഉപയോഗിച്ച് ഒരു സർക്യൂട്ടിലെ ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. എണ്ണം കുറയ്ക്കാം? അതെ, ചിലപ്പോ ഒരു തരം ഗേറ്റിനു പകരം വേറൊരു തരം ഗേറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇത് മൊത്തത്തിലുള്ള സർക്യൂട്ട് ഡിസൈൻ ലളിതമാക്കാനും ചിലവ് കുറയ്ക്കാനും പിന്നെ ചിലപ്പോ സർക്യൂട്ടിന്റെ വേഗത കൂട്ടാനും ഒക്കെ സഹായിക്കും. ആഹാ, അപ്പോ അവിടെയാണ് ഇതിന്റെ ശരിക്കുള്ള പവർ അല്ലേ? വെറുതെ ഒരു കണക്കല്ല. അതെ, വളരെ പ്രായോഗികമാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നതെന്ന് തോന്നുന്നു. അപ്പോ ഈ ഗേറ്റുകളും ബൂളിയൻ നിയമങ്ങളും ഉപയോഗിച്ച് നമ്മൾ യഥാർത്ഥ സർക്യൂട്ടുകൾ ഉണ്ടാക്കുന്നു അല്ലേ? ലേഖനത്തിൽ F=A.B+C എന്നൊരു ഉദാഹരണം കണ്ടതോർക്കുന്നു. അതെ, ഏതൊരു ബൂളിയൻ ഫംഗ്ഷനെയും, അതായത് ഈ 0, 1 വച്ചുള്ള ഏത് ലോജിക്കൽ എക്സ്പ്രഷനെയും നമുക്ക് ലോജിക് ഗേറ്റുകൾ ഉപയോഗിച്ച് ഒരു സർക്യൂട്ടായിട്ട് മാറ്റാൻ പറ്റും. F=A.B+C ആണെങ്കിൽ ഒരു ആൻഡ് ഗേറ്റും ഒരു ഓർ ഗേറ്റും വെച്ച് ഉണ്ടാക്കാം. ശരിയാണ്. എയും ബിയും ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുന്നു, അതിന്റെ ഔട്ട്പുട്ടും പിന്നെ സിയും ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എഫ് കിട്ടും. സിമ്പിൾ. സാധാരണയായിട്ട് ആൻഡ് ഓർ നോട്ട് ഗേറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യാറ്. എന്നാൽ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നാൻഡ് ഗേറ്റ് അല്ലെങ്കിൽ നോർ ഗേറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മതി. ഒന്നു മാത്രം മതിയെന്നോ? അതെ, നാൻഡ് ഗേറ്റ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ആൻഡ് ഓർ നോട്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ നോർ ഗേറ്റ് മാത്രം ഉപയോഗിച്ചും ഇതെല്ലാം ഉണ്ടാക്കാം. അതുകൊണ്ട് ഇവയെ യൂണിവേഴ്സൽ ഗേറ്റുകൾ എന്ന് പറയും. ഓഹോ, യൂണിവേഴ്സൽ. അപ്പോൾ ഒരൊറ്റ തരം ഗേറ്റ് ഉണ്ടാക്കിയാൽ മതി എല്ലാം ചെയ്യാൻ. അതെ, നിർമ്മാതാക്കൾക്ക് അത് വലിയ സൗകര്യമാണ്. ഒരൊറ്റ ടൈപ്പ് ഗേറ്റ് മാത്രം വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാം. ശരിയാണ്. ഒരു കൂട്ടം ഗേറ്റുകൾക്ക് എല്ലാ ബൂളിയൻ ഫംഗ്ഷനുകളും നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അതിനെ ഫങ്ഷണലി കംപ്ലീറ്റ് സെറ്റ് എന്ന് പറയും. അപ്പോൾ ആൻഡ് ഓർ നോട്ട് ഒരു സെറ്റാണ്, അതുപോലെ നാൻഡ് തനിച്ചൊരു സെറ്റാണ്, നോർ തനിച്ചൊരു സെറ്റാണ്. കുറച്ചു തരം ലെഗോ കട്ടകൾ വെച്ച് എന്തുമുണ്ടാക്കുന്ന പോലെ അല്ലേ? അതേ ആശയം തന്നെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ വളരെ ലളിതമായ ഈ ലോജിക് ഗേറ്റുകളും അവയെ നിയന്ത്രിക്കുന്ന ബൂളിയൻ ഓൾജിബ്രയുമാണ് നമ്മുടെ ഈ കാണുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ എല്ലാം പിന്നിലെ ആ ഒരു രഹസ്യമെന്ന് പറയാം അല്ലേ? തീർച്ചയായും. ഈ അടിസ്ഥാന ഘടകങ്ങൾ, ഈ സിമ്പിളായ നിയമങ്ങൾ, ഇവയൊക്കെ ചേർന്നാണ് ഇത്രയും സങ്കീർണമായ കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെല്ലാം സാധ്യമാക്കുന്നത്. അതെ. നിങ്ങൾ അടുത്ത തവണ ഒരു കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സ്ക്രീനിൽ കാണുന്ന ആപ്പുകളും ഗെയിമുകളും വീഡിയോകളും അതെല്ലാം പ്രവർത്തിക്കുന്നത് അടിസ്ഥാനപരമായി ഈ 0, 1 അവസ്ഥകളും പിന്നെ നമ്മൾ ഈ പറഞ്ഞ ലോജിക് ഗേറ്റുകളും ബൂളിയൻ നിയമങ്ങളും ഒക്കെ വെച്ചാണ്. ശരിയാണ്. ആ ഒരു ലാളിത്യത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സങ്കീർണത എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നത് ശരിക്കും അത്ഭുതകരം തന്നെയല്ലേ? അതെ, ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരുപക്ഷേ ഈ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തെ കുറച്ചുകൂടി ആഴത്തിലറിയാൻ നിങ്ങളെ സഹായിച്ചേക്കാം, അല്ലേ?